ശ്യാംരാജ്, ഇപ്പോൾ 112ാമത്തെ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയിട്ട്. അതിൽ എത്ര സ്വർണം പോയി, എവിടേക്ക് പോയി, ആര് കൊണ്ടുപോയി തുടങ്ങിയ കാര്യത്തിൽ ഒരു പിടിയും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാതെ എന്ന് പറയുന്നത്. ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് VSCയുടെ ഈ അതിസാങ്കേതികമായ അന്വേഷണത്തിനൊടുവിലുള്ള റിപ്പോർട്ട് കൂടി കിട്ടിയതിന് ശേഷം മാത്രമാണ് കുറ്റപത്രം എങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആരും ഉണ്ടാകില്ല അകത്ത്. മാധു, അത് തന്നെയാണ് പ്രശ്നം. ഞാൻ അതിലോട്ട് വരാം. അതിനു മുമ്പ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ വീഴാനും വീണെടുത്ത് കിടന്ന് ഉരുളാനും ഉരുണ്ടെടുത്ത് കിടന്നോട്ട് ഈ ക്യാപ്സ്യൂൾ വിതരണം ചെയ്യാനും ഇവരെ പോലെ വിദഗ്ധരായിട്ടുള്ള മറ്റൊരാളുകളില്ല. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി. ഏതാണ് ക്ലീൻ സർട്ടിഫിക്കറ്റ്? ഇവിടെ പ്രതികളുടെ ജാമ്യം കൺസിഡർ ചെയ്യാൻ നേരത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് കുറ്റപത്രം നൽകിയാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാവും, അല്ലാത്ത പക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്. അതാണ് ഇദ്ദേഹം പറയുന്നത് ക്ലീൻ ചിറ്റ് എന്ന് പറയുന്നത്. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഈ സംശയത്തിനാണ് നേരത്തെ പറഞ്ഞ അജണ്ട എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ പൊതുജനങ്ങളിൽ CPM-കാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJP-കാരും മാധ്യമപ്രവർത്തകരും എല്ലാവരും ഉൾപ്പെടും. ഇപ്പോൾ കോടതി തന്നെ പൊതുജനങ്ങൾക്ക് സംശയം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആരും ചോദ്യം ചോദിക്കാൻ പാടില്ലാത്ത ഗതി ഉണ്ടാകാൻ പറ്റുമോ? അല്ല, അത് തന്നെയാണ്, സംശയം ഉണ്ടാവുമെന്നാണ് കോടതി പറയുന്നത്. ആരും ചോദ്യം ചോദിക്കാൻ പാടില്ലെന്നും പറയുന്നില്ല. ഇവിടെ പ്രശ്നം അറിയോ? ഇവിടെ ഇവർ പറയുന്നത് എന്താണ്? ഹൈക്കോടതിക്കെതിരെ തുടക്കത്തിൽ ഇവർ പറയുന്നതാണ് ഹൈക്കോടതിക്കെതിരെ നമ്മൾ പരാമർശം നടത്തുന്നതാണ്. സത്യത്തിൽ ആർക്കെതിരെ പരാമർശം നടത്തിയത്? SIT-ക്കെതിരെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഹൈക്കോടതിക്കെതിരെ എന്നുള്ള വാദം പറയാം? ഇവിടെ ഇദ്ദേഹം പറയുന്ന കേട്ടില്ലേ, അതായത് ഇവിടെ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ച് നല്ല ബെഞ്ചും അത് ഈ ജാമ്യം നിഷേധിച്ചിട്ടുള്ള സിംഗിൾ ബെഞ്ച് മോശം ബെഞ്ചും. അദ്ദേഹം പറഞ്ഞൊരു വാക്യാൻ ഒന്ന് നോക്കട്ടെ. ജാമ്യം പരിഗണിക്കുന്ന കോടതിക്ക് എന്ത് കാര്യം എന്നാണ് വെച്ചാൽ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ചോദിക്കുന്നത്? ജാമ്യം പരിഗണിക്കുന്ന കോടതിക്ക് ഇതിൽ എന്ത് കാര്യം എന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാൻ പറ്റുള്ളത്, സിംഗിൾ ബെഞ്ച് ആയാലും ദേവസ്വം ബെഞ്ച് ആയാലും ഒക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗം തന്നെയാണ് കേട്ടോ എൻ്റെ ഗോവൻ ചേട്ടാ. അത് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പ്രശ്നം അറിയോ? ഈ SIT യാതൊരു വിധത്തിലുള്ള ഒരു ഇനിയും സമയം കൊടുക്കാൻ വേണ്ടിയുള്ള സമയം അർഹിക്കുന്നില്ല. കാരണം ഇതാരാണ്? ഞാനോ മാധുവോ അല്ല അന്വേഷിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണെന്ന് ഇവർക്കറിയില്ലേ? ഈ 90 ദിവസം കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടും എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ VSSCയിൽ നിന്ന് ഇനിയും അതിസങ്കീർണമായിട്ടുള്ള ടെസ്റ്റൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്ത് സങ്കീർണം? ഈ സങ്കീർണമായിട്ടുള്ള ടെസ്റ്റിന്റെ കാര്യം 112 ദിവസം മുമ്പ് ഇവർക്ക് അറിയണ്ടേ? അതിനല്ലേ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. സാധാരണ പോലീസുകാരാണോ? അല്ല. നമ്മളെപ്പോലുള്ള പൊതുജനങ്ങളെയാണോ? അല്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പണി എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടെത്തലാണ്. എത്ര അവിടെ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എങ്ങോട്ട് പോയി, ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഇത് ഇവരൊന്നും ചെയ്യാതിരുന്നിട്ട് പ്രതികൾക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം അനുവദിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കോടതിക്കെതിരെയുള്ള വിമർശനമാവുക? ഇതിനകത്ത് പ്രശ്നം അറിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന 2-ാം തീയതി ഇയാൾ ഈ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ്. 2 കേസിൽ ജാമ്യം കിട്ടാൻ വേണ്ടി പോവാണ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. N. വാസു അയ്യപ്പന്റെ സ്വർണം കട്ടയാളായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ വാസു ഈ 15-ാം തീയതി കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യത്തിലിറങ്ങുന്നേ. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇനി ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്ക്. ഈ കൊള്ളക്കാരൊക്കെ ഇവരുടെ കസ്റ്റഡിയിൽ ഇരിക്കലാണെന്ന്. ഈ കൊള്ളക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാതായോ? കാണാതായിട്ടില്ല. അയാൾ ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ 112 ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അയാൾ എന്താ ചോദ്യം ചെയ്തിട്ട് ഇവർക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റാത്ത എന്താണ്? പിന്നെ എന്താണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പണി എന്ന് പറയുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിലുണ്ട്, ഈ പറയുന്ന ഭണ്ഡാരി കയ്യിലുണ്ട്, ഈ പറയുന്ന ആളുകളെല്ലാം ഇവരുടെ കയ്യിലുണ്ട്. എന്നിട്ടും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, എന്നിട്ടും ഒരു കുറ്റപത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും സാധിക്കുന്നില്ലെങ്കിൽ വ്യക്തമാണ് ദുരൂഹതയുണ്ട്. SIT-നെ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇനി ഒറ്റ പോയിന്റ്. ഇനി കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്തൊന്നും എങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി പറ്റുക? ഇവിടെ അടൂർ പ്രകാശ് എന്താ പറഞ്ഞത്? അടൂർ പ്രകാശ് പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശ്രീമതി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ കൂടെ പോയെന്നാണ്. എന്റെ സംശയം കോൺഗ്രസിന്റെ നേതാവ് ആരാ? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ അടൂർ പ്രകാശാണോ? അതായത് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവായ അടൂർ പ്രകാശിനോട് പോറ്റി അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കലും മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യലും അതാണ് അവർ പറയുന്നത്. അതാണ് ഇതിന്ന് അടൂർ പ്രകാശ് അതിനകത്തെ വാദം നിങ്ങൾ നോക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീമതി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് മേടിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. ഇനി നിൽക്കട്ടെ, ഈ ഗോവർദ്ധൻ എന്തിനാണ് ഇയാളെ ഈ സോണിയാഗാന്ധി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്? സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ നിലവിലെ നമുക്ക് കിട്ടിയുള്ള തെളിവുകളനുസരിച്ചിട്ട് ഈ സ്വർണ്ണക്കൊള്ളയിൽ അല്ലെങ്കിൽ വിഗ്രഹക്കടത്തുമൊക്കെ ബന്ധമുണ്ടോ എന്നൊരു പക്ഷേ സംശയിക്കപ്പെടുന്ന ഗോവർദ്ധൻ എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്നു? തൊണ്ടി മുതൽ കണ്ടെടുത്തയാൾ ഇയാൾ എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്നു? ഇപ്പൊ ഒരു ലാസ്റ്റ് ഒറ്റൊരു പോയിന്റ്. ഇപ്പോ അടൂർ പ്രകാശ് പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരാളുടെ കൂടെ അദ്ദേഹം പോയിക്കോട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പോയിക്കോട്ടെ. ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന കർണാടകക്കാരന്റെ കൂടെ കർണാടകത്തിൽ MP പോകാതെ മണ്ഡലമൊന്നും അല്ലെന്നേ. അത് ആന്റണി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുമ്പ് ഈ 14 വർഷം അപ്പൊ അതിൽ തന്നെ തെറ്റുണ്ട്.